പ്ലസ് ഒരു 1 ഉണ്ട് 1 എന്ന് എഴുതി ഈക്വൽ ടു 5 into 1009. ഇത് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ്. ഈ 1009 നമുക്ക് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറേ പ്രോബ്ലംസും ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. ഈ രണ്ട് നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. എന്തുകൊണ്ട്? അതിന് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. പ്രൈം നമ്പേഴ്സിന് 1 അല്ലാതെ 1ഉം ആ നമ്പറും അല്ലാതെ മറ്റ് പാർട്ടേഴ്സ് ഇല്ല. അപ്പോൾ പ്രൈം നമ്പറിന്റെ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന 1 അല്ലാതെ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നു 7 into 11 into 13 plus 30. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഈ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതിനെ ഏതെങ്കിലും രണ്ട് പ്രൈം നമ്പറിന്റെ അല്ലെങ്കിൽ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടണം. 1 അല്ലാതെ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ആ സെയിം നമ്പറും 1ഉം മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിനെ ചെയ്ത് നമുക്ക് രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയാൽ അത് കോമ്പോസിറ്റ് നമ്പർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ 7 into 11 into 13 plus 13 ആണ്. അപ്പൊ അതിനെ ഒരു നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത് കോമൺ ആയിട്ട് നമുക്ക്, അതായത് നമ്മൾ മാത്സിലെ ടേം എന്ന് പറയുന്നത് ഈ 7 into 11 into 13 എന്ന് പറയുന്നത് ഒരു ടേം ആണ്, ഇൻഡു ആണ് അവിടെ. ഇനി പ്ലസ് 13 വരുമ്പോഴാണ് അവിടെ രണ്ട് ടേം ആയത്. അപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്ന് 7 into 11 into 13 നിന്നും നമുക്കൊരു 13 പുറത്തേക്ക് എടുക്കാം. ഈ ഇപ്പുറത്തോടെ രണ്ടാമത്തെ 13 ഒരു 13 നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിന് വെളിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 13 into നമ്മൾ ബ്രാക്കറ്റ് 7 into 11 into 7 to 11 into അവിടെ 1 ആണ്, അപ്പൊ നമ്മൾ എഴുതുന്നില്ല. കാരണം എന്താ? ഇൻഡു ആയതുകൊണ്ട് അവിടെ എഴുതുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ. ഇനി പ്ലസ് ഈ 13 ഇവിടെ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരേണ്ടത് പ്ലസ് 1 ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. കാരണം 13 കോമൺ ആയിട്ട് പുറത്തേക്ക് കിട്ടും. അപ്പോൾ 13 into 7 into 11 plus 1 എന്ന് കിട്ടി. അത് നമ്മൾ ചെയ്താൽ 13 into 7 into 11 77 plus 1 13 into 78 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 13 ഒരു പ്രൈം നമ്പർ ആണ്, ഇൻറ്റു 78 ആണ്. അപ്പോൾ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കോമ്പോസിറ്റ് നമ്പർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 13 വീണ്ടും ആ 78 വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാം. 78 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് 13 into 2 into 3 എന്ന് എഴുതാം. അപ്പോ ഇത് 13 into 78 എന്ന് പറഞ്ഞാലും അത് കോമ്പോസിറ്റ് തന്നെയാണ്, കാരണം രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ 78 നമ്മൾ വീണ്ടും ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം നമുക്ക് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ ഇതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. അപ്പൊ 13 into 13 into 2 into 3. അപ്പൊ ഇതെന്തായാലും പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ്. അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പോൾ 7 into 11 into 13 plus 13 is a composite number. ഇനി അടുത്ത് ഓൾസോ 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. അപ്പൊ ഇതിൽ രണ്ട് ടേം നേരത്തെ പറഞ്ഞു, നമുക്ക് ഇൻഡു ചെയ്യുന്നതെല്ലാം ഒരു ടേം ആയിട്ടും ആ പ്ലസ് കഴിഞ്ഞ അടുത്തത് മറ്റൊരു ടേം ആയിട്ടുമാണ് നമ്മൾ പരിഗണിക്കുക. അപ്പൊ അവിടെ ഈ രണ്ട് ടേമിലും 5 കോമൺ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ 5നെ പുറത്തേക്ക് എടുക്കുന്നു. 5 into ബ്രാക്കറ്റിൽ 7 into 6 into 4 into 5 പുറത്തുണ്ട്, 4 into 3 into 2 into 1 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 4 into 3. ആ 5 പുറത്തേക്ക് പോയി, കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ 1 വന്നാൽ മതി. 1 7 into 6 into 4 into 3 into 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് 1008 എന്ന് കിട്ടുന്നു. പ്ലസ് ഒരു 1 ഉണ്ട്, 1 എന്ന് എഴുതി ഈക്വൽ ടു 5 into 1009. ഇത് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ്. ഈ 1009 നമുക്ക് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 is a composite number. അടുത്തത് നമുക്ക് റൂട്ട് 3 ടെക്സ്റ്റിൽ പറയുന്നു. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്.
എല്ലാ വർഷങ്ങളിലും എക്സാമിന് ചോദിക്കുന്നതാണ്. √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, അല്ലെങ്കിൽ √3+2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു √5ന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതെന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കില്ല. പലരും കുറെ പേര് വെറുതെ കാണാതെ പഠിച്ചിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ കാണാതെ പഠിക്കേണ്ട, അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഇതിലെ പഠിച്ചു എന്ന് പറയാൻ പറ്റും. ഈ കോ പ്രൈം നമ്പേഴ്സ്, നമ്മൾ പ്രൈം നമ്പറിനെ പറഞ്ഞു, കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞു. ഇനി ഈ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഇപ്പൊ 16/36 ഈക്വൽ ടു അതിനെ നമ്മൾ 4/9 എടുത്തു. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അത് കട്ട് ചെയ്ത് ചെറുതാക്കുന്നു. സാധാരണ എല്ലാ പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന പോലെ. അപ്പൊ ഈ 4ഉം 9ഉം കിട്ടി. അപ്പൊ ഈ 4നും 9നും 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. എന്നാൽ ഇത് പ്രൈം നമ്പർ അല്ല. 1 അല്ലാതെ ഈ രണ്ട് നമ്പറിനും മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. നമ്മളിപ്പോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ആ നമ്പർ മാത്രമേ ഉള്ളൂ, അത് പ്രൈം നമ്പർ വേറെ. പക്ഷെ ഇതിപ്പോ 4നും 9നും സെപ്പറേറ്റ് മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം, 9നെ നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ അത് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഇൻറ്റു രണ്ട് പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറാണ് ഈ 4ഉം 9ഉം. അതുകൊണ്ട് തന്നെ 4ഉം 9ഉം പ്രൈം നമ്പേഴ്സ് അല്ല, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. എന്നാൽ ഇത് നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ ഈ 4ഉം 9ഉം ഇവർക്ക് കോമൺ ആയിട്ട്, നേരത്തെ പറഞ്ഞത് ഒരു നമ്പർ മാത്രം എടുത്തിട്ടാണ്. ആ നമ്പർ ഇപ്പൊ 4 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ അല്ല, അത് കോമ്പോസിറ്റ് നമ്പറാണ്. 9 എന്ന് പറഞ്ഞാലും പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. ഈ 4ഉം 9ഉം കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഈ 4നും 9നും കോമൺ ആയിട്ട് 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ ഇല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 numbers having no common factor other than 1 are co-prime numbers. ഇവിടെ നമ്മൾ രണ്ട് നമ്പറിനെ പരിഗണിക്കുന്നുണ്ട്. 2 numbers having no common factor other than 1 are co-prime numbers. If A and B are co-prime numbers, then they have no common factor other than 1. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതിന് എക്സാമ്പിൾ ഇപ്പോൾ 12 and 17, 21 and 22. അത് നമ്മൾ പറഞ്ഞു ഈ 4ഉം 9ഉം എക്സാമ്പിൾ ആണ്. 33 and 40. ഇനി let P be a prime number. If P divide A square, then P divides A. ഇതൊരു തിയറമാണ്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് തിയറം 1.102, അത് ടെക്സ്റ്റിനകത്ത് ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടു. അവിടെ എഴുതിയേക്കുന്ന തീരത്തിന്റെ നമ്പർ മാറ്റമുണ്ട്. ഒരു ടെക്സ്റ്റ് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ഞാൻ കണ്ടതാണ്. കാരണം പണ്ടത്തെ സിലബസ് വെച്ചിട്ട് ആ ടെക്സ്റ്റിനെ വീണ്ടും കോപ്പി ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ അവിടെ ഒരു നമ്പർ തെറ്റ് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്ത് നോക്കുക. പല ചില ടീച്ചേഴ്സും എഴുതി കൊടുക്കുന്ന റീസൺ ആയിട്ട് തിയറം 1.1, തിയറം 1.2 എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് റീസൺ കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ എഴുതിയാൽ പോരാ, തിയറത്തിന്റെ നമ്പറിനൊക്കെ മാറ്റം ഉണ്ടാവും. മാത്രമല്ല തിയറം, ഒരു ടെക്സ്റ്റിലെ തിയറം ചാപ്റ്റർ മാറി കഴിഞ്ഞാൽ തിയറത്തിന്റെ എല്ലാ നമ്പർ മാറും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പലരും ആ തിയറത്തിന്റെ നമ്പർ എഴുതി വെക്കും. പോരാ, അത് പോരാ, ആ തിയറ എന്താന്ന് പറയണം. അപ്പൊ ഇവിടെ ഒരു തിയറമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് പി ബി എ പ്രൈം നമ്പർ. ഈ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി ഡിവൈഡ്സ് എ സ്ക്വയർ. ഈ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ പി ഡിവൈഡ്സ് എ. അപ്പോ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എഴുതേണ്ട, നമുക്ക് √3, √5, √3 ചെയ്യുമ്പോൾ എഴുതേണ്ടി വരും. അത് ചെയ്യുമ്പോൾ ഈ കാര്യം എഴുതി വെക്കണം, അല്ലാതെ തീരത്തിന്റെ നമ്പർ എഴുതിയാൽ പോരാ. പി ഡിവൈഡ്സ് എ സ്ക്വയർ, പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിയുടെ മൾട്ടിപ്പിൾ ആണ് എ സ്ക്വയർ എങ്കിൽ പി ഡിവൈഡ്സ് എ, പി എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക. നമുക്ക് പ്രത്യേകം വീണ്ടും വേണ്ടി ഞാനിത് പറയാൻ കാരണം അത് നമ്മൾ തിയറം എഴുതി പ്രൂവ് ചെയ്യാൻ നേരത്ത് ഇത് നമുക്ക് എടുത്ത് റീസൺ ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ എക്സാമ്പിൾ, ഇഫ് 2 divides 8 square, 2 divides 8 square ആണെങ്കിൽ നമുക്കിത് പ്രകാരം 2 divides 8 എന്നും കൂടെ പറയാം. then 2 divides 8. അതുപോലെ if 7 divides 35 square, അങ്ങനെയാണെങ്കിൽ 7 divides 35 ആണ്.